ഹലോ എവ്രി വൺ. എല്ലാവരുടെയും റിസർച്ച് അസിസ്റ്റൻറ്റിൻ്റെ പഠനമൊക്കെ എങ്ങനെ പോകുന്നു? നല്ല രീതിയിൽ പോകുന്നോ? നമ്മളെല്ലാവരും തന്നെ ഓൾറെഡി ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ മുതൽ ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയതാണ് അല്ലേ? ഓരോരോ ടോപ്പിക്കായിട്ട് നമ്മൾ സിലബസ് അനുസരിച്ച് അത് പഴയ സിലബസ് ആയിരുന്നു. ആ പഴയ സിലബസ് അനുസരിച്ച് നമ്മൾ ഓൾറെഡി നമ്മുടെ പഠനം സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ PSC പുതിയ സിലബസ് പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ആ സിലബസ് കണ്ട പലരും ഞെട്ടിപ്പോയിട്ടുണ്ടാവും അല്ലേ? കാരണം നമ്മൾ പഴയ സിലബസിൽ നിന്നും എൻറ്റയർലി ഒരു ചേഞ്ച് ആണ് നമ്മൾ പുതിയ സിലബസിൽ കാണുന്നത്. ഇപ്പോൾ പഴയ സിലബസ് അനുസരിച്ചിട്ട് നമുക്ക് പാർട്ട് വണ്ണിലുണ്ടായിരുന്നത് എന്തായിരുന്നു? ജനറൽ നോളജ് ഉണ്ടായിരുന്നു, കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ റിനൈസൻസ് ഇൻ കേരള ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ പുതിയ സിലബസ് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പാർട്ടേ ഇല്ല നമുക്ക് അല്ലേ? അതേപോലെ തന്നെ പല സെക്ഷനിലും നമുക്ക് നെക്സ്റ്റ് പഴയ സിലബസ് അനുസരിച്ച് പാർട്ട് 2 നമുക്ക് എക്കണോമിക്സ് ആയിരുന്നു. അതേപോലെ പാർട്ട് 3 ആയിട്ട് അതിനകത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടായിരുന്നു. ദെൻ പാർട്ട് 4 ആയിട്ട് കൊമേഴ്സും പാർട്ട് 5 ആയിട്ട് മാത്സും ആയിരുന്നു പഴയ സിലബസ് നമുക്കുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഡിവിഷൻസ് നമ്മൾ പഴയ സിലബസ് അനുസരിച്ച് നോക്കുകയായിരുന്നെങ്കിൽ മാർക്സിൽ തന്നെ എല്ലാം 20 മാർക്സിൻ്റെ ഡിവിഷൻസ് ആയിരുന്നു പഴയ സിലബസിൽ. അങ്ങനെ പാർട്ട് 1 ടു പാർട്ട് 5 വരെയുള്ള 20 മാർക്സിൻ്റെ ഡിവിഷൻസ് ഉള്ളതായിരുന്നു നമ്മളുടെ പഴയ സിലബസ്. അപ്പം നമ്മൾ അതനുസരിച്ചിട്ട് കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ സിലബസ് ഇതിൽ നിന്ന് നമുക്ക് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ പുതിയ സിലബസിൽ എന്തൊക്കെയാണ് നമ്മുടെ പഴയ സിലബസ് അനുസരിച്ച് വന്നിരിക്കുന്ന ഒരു ചേഞ്ച്, അത് എല്ലാ സബ്ജക്റ്റിൻ്റെയും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിൽ മാത്തമാറ്റിക്സ് സെക്ഷനിൽ എന്താണ് പുതിയ സിലബസിൽ വന്നിരിക്കുന്ന ആ ഒരു ചേഞ്ച് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ മാത്തമാറ്റിക്സിൽ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും നമ്മൾ പഴയ പഠിച്ചത് ഒന്നും തന്നെ അവർ ഡിലീറ്റ് ആക്കിയിട്ടില്ല. അപ്പോൾ അത് തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന കാര്യമാണ്. കാരണം ഓൾറെഡി നമ്മളുടെ പഠനം ഒരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ പഠിച്ച പോർഷൻസ് ഒന്നും തന്നെ വെറുതെ ആയില്ല എന്നുള്ളതാണ് നമുക്ക് വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു കാര്യം അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് ആ പഴയ സിലബസിൽ നിന്നും നമുക്ക് പുതിയ സിലബസിൽ വന്നിരിക്കുന്ന ചേഞ്ചസ്, അത് മാത്തമാറ്റിക്സ് സെക്ഷനിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദി പോസ്റ്റ് ഓഫ് റിസർച്ച് അസിസ്റ്റന്റ് ഇൻ Kerala State Planning Board Direct Recruitment, category number 241/2023. അപ്പോൾ ഇതാണ് നമ്മളുടെ കാറ്റഗറി നമ്പറൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു പുതിയ സിലബസിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ദെൻ പാർട്ട് 6 ആയിട്ടാണ് ഇപ്പോൾ പുതിയ സിലബസിൽ മാത്തമാറ്റിക്സ് സെക്ഷൻ വന്നിരിക്കുന്നത്. അതിൽ 20 മാർക്സ് ആണ് മാത്തമാറ്റിക്സ് സെക്ഷന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പുതിയ സിലബസ് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ട് 1 പഴയ സിലബസിലുണ്ടായിരുന്ന പാർട്ട് 1 GK, കറണ്ട് അഫയേഴ്സ്, റിനൈസൻസ് എന്നുള്ള പോർഷൻ നമുക്ക് പുതിയ സിലബസിൽ ഇല്ല. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്കിപ്പോൾ ഡിവിഷൻസ് വന്നിരിക്കുന്നത്, നേരത്തെ നമുക്ക് പഴയ സിലബസിൽ 5 പാർട്ടായിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് 7 പാർട്ടായിട്ടാണ് ഡിവിഷൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 7 പാർട്ടിൽ ഇപ്പോൾ നമ്മൾ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ പാർട്ട് 1 നമുക്ക് എക്കണോമിക്സ് വരുന്നുണ്ട്. എക്കണോമിക്സിന് 10 മാർക്സ് ആണ് വരുന്നത്. അതേപോലെ പാർട്ട് 2 വരുന്നത് എക്കണോമെട്രിക്സ് എന്നുള്ള ടോപ്പിക്കാണ്, അതിലും 10 മാർക്സ് ആണുള്ളത്. ദെൻ തേർഡ് പാർട്ടായിട്ട് നമുക്ക് വരുന്നത് എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, അതും 10 മാർക്കാണ്. ദെൻ പാർട്ട് 4 ആയിട്ട് വരുന്നത് നമുക്ക് കൊമേഴ്സ് ആണ്. കൊമേഴ്സിന് 20 മാർക്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ദെൻ പാർട്ട് 5 സ്റ്റാറ്റിസ്റ്റിക്സിന് 15 മാർക്സ് ആണ്. പാർട്ട് 6 ആണ് മാത്തമാറ്റിക്സ് സെക്ഷൻ വന്നിരിക്കുന്നത്. മാത്തമാറ്റിക്സ് സെക്ഷന് 20 മാർക്സ് ആണ്. ദെൻ പാർട്ട് 7 ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നത് അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ടോപ്പിക്കാണ്, അതിന് 15 മാർക്സ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉള്ള മാർക്ക് ഡിവിഷനിൽ 7 പാർട്ടായിട്ടാണ് നമ്മുടെ പുതിയ സിലബസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ 7 പാർട്ടിൽ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പാർട്ട് 6 ആയിട്ടുള്ള മാത്തമാറ്റിക്സിൻ്റെ പോർഷനാണ്. ബാക്കി ഓരോരോ സെക്ഷനായിട്ട് ഓരോരോ ടീച്ചേഴ്സ് നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യും എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് വരുന്നതെന്നുള്ളത്. അപ്പം നമുക്ക് മാത്തമാറ്റിക്സ് സെക്ഷൻ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ സിലബസിൽ നിന്നും എന്താണ് ഇവിടെ വന്നിരിക്കുന്ന ചേഞ്ച്? പഴയ സിലബസ് അനുസരിച്ചിട്ട് നമുക്ക് ലീനിയർ ഓൾജിബ്ര എന്നുള്ള ടോപ്പിക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലീനിയർ ഓൾജിബ്ര എന്നുള്ള ടോപ്പിക്കിൽ അവിടെ നമുക്ക് നൽകിയിരുന്നത് 4 മാർക്സ് ആയിരുന്നു അല്ലേ?
അതേപോലെ തന്നെ അബ്സ്ട്രാക്ട് ഓൾജിബ്ര എന്നുള്ള ടോപ്പിക്കും ഉണ്ടായിരുന്നു. ഇതിനും 4 മാർക്സ് ആയിരുന്നു പഴയ സിലബസ് അനുസരിച്ച് നമുക്ക് ഉണ്ടായിരുന്നത്. ദെൻ അതേപോലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്നുള്ള ടോപ്പിക് ഉണ്ടായിരുന്നു. ഇതിലും 4 മാർക്സ് ആയിരുന്നു. ദെൻ നെക്സ്റ്റ് വന്ന ടോപ്പിക് ഏതായിരുന്നു? റിയൽ അനാലിസിസ് അല്ലെ. റിയൽ അനാലിസിസ് എന്നുള്ള ടോപ്പിക്കിൽ 4 മാർക്ക് ആയിരുന്നു. ദെൻ കോംപ്ലക്സ് അനാലിസിസ് എന്നുള്ള ടോപ്പിക്കിലും 4 മാർക്ക് ആയിരുന്നു. പഴയ സിലബസ് ഇതെല്ലാം തന്നെ ഓൾഡ് സിലബസ് അനുസരിച്ചിട്ടുള്ള മാർക്ക് ഡിവിഷൻസ് ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ പുതിയ സിലബസ് വന്നപ്പോൾ ഇങ്ങനെ ഒരു ഡിവിഷൻ അല്ല നമ്മൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുക. അവിടെ വന്നിരിക്കുന്നതിൽ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ലീനിയർ ആൻഡ് അബ്സ്ട്രാക്ട് ഓൾജിബ്ര എന്നുള്ള ടോപ്പിക്കാണ്. അതിൽ നമുക്ക് നൽകിയിരിക്കുന്ന മാർക്സോ 5 മാർക്സ് ആണ് അവിടെ നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ലീനിയർ ഓൾജിബ്രയിൽ പഴയ സിലബസിൽ ലീനിയർ ഓൾജിബ്ര ആൻഡ് അബ്സ്ട്രാക്ട് ഓൾജിബ്രയ്ക്ക് 8 മാർക്സ് ഉണ്ടായിരുന്നതായിരുന്നു. പക്ഷെ പുതിയ സിലബസ് വന്നപ്പോൾ അതിൽ 5 മാർക്സേ ഉള്ളൂ. എന്നാൽ നമ്മൾ ടോപ്പിക് ഒന്ന് നോക്കിയാലോ. ഇപ്പോൾ ടോപ്പിക് നോക്കുകയാണെങ്കിൽ ലീനിയർ ഓൾജിബ്ര എന്നുള്ള ടോപ്പിക്കിൽ നമുക്ക് വരുന്ന ടോപ്പിക്സ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്, എലിമെന്ററി മെട്രീസസ്, ദി പ്രോസസ് ഓഫ് ഗോസിയൻ എലിമിനേഷൻ, റോ റെഡ്യൂസ്ഡ് എക്കലോൺ മെട്രീസസ്, റാങ്ക് ഓഫ് എ മെട്രിക്സ്, ഡിറ്റർമിനൻറ്റ്സ്, eigen values and eigen vectors, characteristic equations, vector space, examples and properties, subspaces, linear independence of vectors, finite vector spaces, basis, dimensions, linear transformations and representation of linear transformation as matrices. ഇതാണ് ലീനിയർ ഓൾജിബ്ര എന്നുള്ള സെക്ഷനിൽ നമുക്ക് പുതുതായിട്ട് വന്നിരിക്കുന്ന സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പഴയ സിലബസ് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ പഴയ സിലബസും പുതിയ സിലബസുമായിട്ട് ലീനിയർ ഓൾജിബ്ര എന്നുള്ള ടോപ്പിക്കിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ല. നമ്മളുടെ പഴയ സിലബസിൽ ഉണ്ടായിരുന്ന അതേ ടോപ്പിക്സുകൾ തന്നെയാണ് ഇപ്പോൾ ലീനിയർ ഓൾജിബ്രയ്ക്ക് പുതിയ സിലബസിൽ നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? നമ്മൾ ഓൾറെഡി നടത്തിയ ആ ഒരു പഠനത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ മുഴുവൻ പോർഷൻസും അതൊന്നും നമുക്ക് വേസ്റ്റ് ആയി പോയിട്ടില്ല. എല്ലാം നമുക്ക് അതേപോലെ തന്നെ പുതിയ സിലബസിലും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഓക്കെ ആയില്ലേ? ലീനിയർ ഓൾജിബ്ര എന്നുള്ള സെക്ഷനിൽ നമ്മൾ പഴയ സിലബസ് അനുസരിച്ച് 4 മാർക്കായിരുന്നു അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ലീനിയർ ഓൾജിബ്ര പ്ലസ് അബ്സ്ട്രാക്ട് ഓൾജിബ്ര എന്നുള്ള ടോപ്പിക്കിൽ നിന്നും വരുന്നതിനാണ് 5 മാർക്സ് നൽകിയിരിക്കുന്നത്. ഓക്കെ, ഇനി അബ്സ്ട്രാക്ട് ഓൾജിബ്ര ഒന്ന് പരിശോധിച്ചാലോ. അബ്സ്ട്രാക്ട് ഓൾജിബ്രയിൽ നമുക്ക് വരുന്ന ടോപ്പിക്സ് ഗ്രൂപ്പ്സ്, സബ് ഗ്രൂപ്പ്സ്, നോർമൽ സബ് ഗ്രൂപ്പ്സ്, സൈക്ലിക് ഗ്രൂപ്പ്സ്, പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ്സ്, ഗ്രൂപ്പ് ഹോമോമോർഫിസം, ഐസോമോർഫിസം, isomorphism theorems, Sylow theorems and applications, rings and fields examples. ഇതിൽ ഏതെങ്കിലും ടോപ്പിക്ക് നമുക്ക് പഴയതിലല്ലാത്തത് വന്നിട്ടുണ്ടോ? ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അബ്സ്ട്രാക്ട് ഓൾജിബ്രയിൽ നമുക്ക് അതേ ടോപ്പിക്സ് തന്നെ നമ്മളുടെ പഴയ സിലബസിൽ എന്തായിരുന്നോ ഉണ്ടായിരുന്നത് ആ ടോപ്പിക്ക് തന്നെയാണ് ഇവിടെ അബ്സ്ട്രാക്ട് ഓൾജിബ്രയിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ പുതിയ സിലബസ് അനുസരിച്ചിട്ട് ഈ ലീനിയർ ഓൾജിബ്ര ആൻഡ് അബ്സ്ട്രാക്ട് ഓൾജിബ്ര എന്നുള്ള ടോപ്പിക് വൈസ് നമുക്ക് ചേഞ്ച് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. പക്ഷെ മാർക്സിന്റെ കാര്യത്തിൽ നമുക്ക് കുറച്ച് വിഷമമുണ്ട് അല്ലേ? കാരണം എന്താണ്? പഴയ സിലബസിൽ നമുക്ക് ടോട്ടൽ 8 മാർക്സ് ആയിരുന്നു ലീനിയർ ഓൾജിബ്ര പ്ലസ് അബ്സ്ട്രാക്ട് ഓൾജിബ്ര ഉണ്ടായിരുന്നെങ്കിൽ, പക്ഷേ പുതിയ സിലബസ് വന്നപ്പോൾ അതിന് 5 മാർക്കേ ഉള്ളൂ. അപ്പോൾ രണ്ടും കൂടി 5 മാർക്കാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു മാർക്സ് ഡിവിഷൻ കാണുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം. എന്തായിരിക്കും? പഴയ സിലബസിൽ നിന്നും വേറെ ഏതൊക്കെയോ പുതിയ ടോപ്പിക്കുകൾ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ 8 മാർക്ക് ഉണ്ടായിരുന്ന സെക്ഷനിൽ നിന്നും ഇപ്പോൾ 5 മാർക്കിലേക്ക് അത് വന്നത്. ഓക്കെ, അപ്പോൾ ലീനിയർ ഓൾജിബ്ര ആൻഡ് അബ്സ്ട്രാക്ട് ഓൾജിബ്ര ക്ലിയർ ആയല്ലോ. നമ്മൾ പഠിച്ചത് അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് ആവശ്യമുണ്ട്. അതിലൊരു വ്യത്യാസവും നമുക്ക് വന്നിട്ടില്ല. ഇനി നെക്സ്റ്റ് യൂണിറ്റ് ഒന്ന് നോക്കാം. നെക്സ്റ്റ് യൂണിറ്റ് 2 നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ റിയൽ ആൻഡ് കോംപ്ലക്സ് അനാലിസിസ് എന്നുള്ളതാണ് യൂണിറ്റ് 2വിൻ്റെ ഹെഡിങ് ആയിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോഴും ഇവിടെയും നമുക്ക് 5 മാർക്സ് തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ റിയൽ ആൻഡ് കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് പഴയ സിലബസിൽ റിയൽ അനാലിസിസിന് നമുക്ക് എത്ര മാർക്കായിരുന്നു? 4 മാർക്സ് ഓൾഡ് സിലബസിൽ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ കോംപ്ലക്സ് അനാലിസിസിനും അവിടെ പഴയ സിലബസ് അനുസരിച്ച് 4 മാർക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത് രണ്ടും ഓൾഡ് സിലബസ് അനുസരിച്ചിട്ടാണ് നമുക്ക് ഇത് വന്നേക്കുന്നത്. പക്ഷേ ഇപ്പോൾ ന്യൂ സിലബസ് അനുസരിച്ചിട്ട് വരുമ്പോൾ രണ്ടിനും കൂടെ നമുക്ക് 5 മാർക്കേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ടോപ്പിക്സ് ഒന്ന് നമ്മൾ നോക്കിയാൽ
ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് ഓൾജിബ്രൈക് ആൻഡ് കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടീസ് ഓഫ് റിയൽ നമ്പേഴ്സ്, ഇന്റർവൽസ്, ക്ലസ്റ്റർ പോയിന്റ്സ്, ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് സെറ്റ്, sequence and their limits, monotone sequences, subsequences, divergent sequences, limit of functions, continuous functions, combination of continuous functions, sequence of functions, uniform convergence and pointwise convergence, properties of Riemann integral, integral as a limit, convergence of infinite series, test of convergence, സീരീസ് ഓഫ് ഫങ്ഷൻസ്, ഡെറിവേറ്റീവ്സ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ടോപ്പിക്. അപ്പോൾ ഈ ഒരു ടോപ്പിക് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതിൻ്റെ ബേസിലുള്ള ടോപ്പിക്കാണ്? നമുക്കറിയാം ഇത് റിയൽ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് വരുന്ന ടോപ്പിക്കാണ് അല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ പഴയ സിലബസ് ഒന്ന് പരിശോധിച്ചാൽ ഈ റിയൽ അനാലിസിസ് എന്നുള്ള ടോപ്പിക്ക് പഴയ സിലബസിലും ഉണ്ടായിരുന്നു. ആ സെയിം ടോപ്പിക്ക് തന്നെയാണ് ഇപ്പോഴും നമുക്ക് കണ്ടിന്യൂ ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ക്ലിയർ ആയല്ലോ? റിയൽ അനാലിസിസ് എന്നുള്ള ടോപ്പിക്കിൽ നമുക്ക് വന്നിരിക്കുന്നതിൽ ആ പഴയ സിലബസ് അതേപോലെ തന്നെ നമുക്ക് പുതിയ സിലബസിലും വന്നിട്ടുണ്ട് ആ ടോപ്പിക്സുകൾ. അപ്പോൾ അതും നമ്മൾ പഠിച്ചതൊന്നും തന്നെ വെറുതെ ആവുന്നില്ല. ഓക്കെ, അപ്പോൾ അത് നമ്മളിപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് പഠിക്കുന്ന ടോപ്പിക്കുകൾ ഇല്ലാണ്ടായി പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും അല്ലേ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ആ ടോപ്പിക്ക് പഠിച്ചതായിരുന്നു, പക്ഷെ അത് ഇപ്പോൾ പുതിയ സിലബസിൽ ഇല്ലെങ്കിൽ നമുക്ക് അത് നഷ്ടം. ഒരിക്കലും പഠിക്കുന്ന കാര്യം ഒരിക്കലും നഷ്ടമായിരിക്കില്ല, പക്ഷെ അത് ഈ ഒരു എക്സാമിന് നമുക്ക് യൂസ്ഫുൾ ആവില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്കൊരു വിഷമമായിരിക്കും. പക്ഷെ അപ്പോൾ അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല, കാരണം ആ ടോപ്പിക്കുകളെല്ലാം തന്നെ പുതിയ സിലബസിലും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോംപ്ലക്സ് അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണ് വ്യത്യാസം എന്നൊന്ന് നോക്കാം. കോംപ്ലക്സ് അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് വന്നിരിക്കുന്ന ടോപ്പിക്കുകൾ അനലിറ്റിക് ആൻഡ് ഹാർമോണിക് ഫങ്ഷൻസ്, കോഷി റീമാൻ ഇക്വേഷൻസ്, അനലിറ്റിക് ഫങ്ഷൻസ് എസ് മാപ്പിംഗ്സ്, മോബിയസ് ട്രാൻസ്ഫോംസ്, power series representation of analytic functions, zero of analytic functions, singularities, residue theorem and applications in the evaluation of integrals എന്നുള്ളതാണ്. ഇതെല്ലാം തന്നെ കോംപ്ലക്സ് അനാലിസിസുമായിട്ട് നമുക്ക് വന്നിരിക്കുന്ന ടോപ്പിക്കുകളാണ്. അപ്പോൾ എന്താണ് ഈ കോംപ്ലക്സ് അനാലിസിസിന്റെ പഴയതും പുതിയ സിലബസും തമ്മിലുള്ള എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഒരു ചേഞ്ചും ഇല്ല. നമുക്ക് പഴയ തന്നിരിക്കുന്ന എന്തൊക്കെയായിരുന്നോ കോംപ്ലക്സ് അനാലിസിസ് എന്നുള്ള യൂണിറ്റിൽ ഉണ്ടായിരുന്നത് ആ സെയിം ടോപ്പിക്കുകൾ തന്നെയാണ് ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന ഈ സിലബസിലും ഉള്ളത്. കോംപ്ലക്സ് അനാലിസിസിലെ പഴയ ടോപ്പിക്കും പുതിയ ടോപ്പിക്കുകളും സെയിം തന്നെയാണ്. ഒരു വ്യത്യാസവും കോംപ്ലക്സ് അനാലിസിസിലും വന്നിട്ടില്ല. ആകെ വ്യത്യാസം വന്നിരിക്കുന്നതിൻ്റെ കേസ് മാത്രമാണ് റിയൽ അനാലിസിസിന് അവിടെ 4 മാർക്സ് ഉണ്ടായിരുന്നു, കോംപ്ലക്സ് അനാലിസിസിനും 4 മാർക്സ് ഉണ്ടായിരുന്നു. ആ 4+4 8 എന്നുള്ള മാർക്ക് പക്ഷെ നമ്മുടെ പുതിയ സിലബസ് വന്നപ്പോൾ രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ട് ആകെ എത്ര മാർക്കേ വന്നിട്ടുള്ളൂ? 5 മാർക്സേ വന്നിട്ടുള്ളൂ. ഒരു 3 മാർക്സിന്റെ റിഡക്ഷൻ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ലീനിയർ ഓൾജിബ്ര ആൻഡ് അബ്സ്ട്രാക്ട് ഓൾജിബ്ര എന്നുള്ള ടോപ്പിക്കിലും ഇതേപോലെ തന്നെ പഴയ സിലബസും പുതിയ സിലബസിലെയും മാർക്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 8 വേണ്ടതായിരുന്നു, പക്ഷെ ഇവിടെ 5 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ ഒരു 3 മാർക്സിന്റെ കുറവ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും ഒരു 3 മാർക്സിന്റെ കുറവ് നമുക്ക് വന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ടോപ്പിക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഈ 4 ടോപ്പിക്കുകളും അതേപോലെ തന്നെ ലീനിയർ ഓൾജിബ്ര, അബ്സ്ട്രാക്ട് ഓൾജിബ്ര, റിയൽ അനാലിസിസ്, കോംപ്ലക്സ് അനാലിസിസ് എന്നുള്ള ഈ 4 ടോപ്പിക്കും പഴയ സിലബസും പുതിയ സിലബസും സെയിം ടോപ്പിക്കുകൾ തന്നെയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് യൂണിറ്റ് ഏതാണെന്ന് നോക്കാം. നെക്സ്റ്റ് യൂണിറ്റ് 3 ഓർഡിനറി ആൻഡ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ യൂണിറ്റ് 3 നോക്കുമ്പോൾ അവിടെ 5 മാർക്സ് ആണ് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ പഴയ സിലബസിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്നുള്ള ടോപ്പിക്കേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് അവിടെ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന് മാത്രമായിട്ട് 4 മാർക്കായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആ 4 മാർക്കിൽ നിന്നും ഇപ്പോൾ മാർക്സിന്റെ കാര്യത്തിൽ ഒരു മാർക്കും കൂടി ഒന്ന് ആഡ് ആയിട്ടുണ്ട്, 5 മാർക്സ് ആയിട്ടുണ്ട്. ടോപ്പിക് ഒന്ന് നോക്കിയാലോ. ഇപ്പോൾ ടോപ്പിക് നോക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നതിൽ ഓർത്തോഗണൽ ട്രാജക്ടറീസ്, എക്സാക്ട് ഇക്വേഷൻസ്, നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഓഫ് ദി ഫസ്റ്റ് ഓർഡർ, second order differential equations with constant or variable coefficient and their solution, simultaneous differential equations and their applications. ഇത്രയും ടോപ്പിക്കുകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്രയും ടോപ്പിക്കുകൾ എന്തുണ്ട്?
പഴയ സിലബസിലുണ്ടായിരുന്ന സെയിം ടോപ്പിക്കുകൾ തന്നെയാണ്. ഇത്രയും ടോപ്പിക്കിൽ വേറെ ചേഞ്ച് ഒന്നും തന്നെ വന്നിട്ടില്ല. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്നുള്ള പഴയ സിലബസിൽ നിന്നും 4 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ ഇത്രയും ടോപ്പിക് എന്തായാലും പുതിയ സിലബസിലുണ്ട്. ഇനി ബാക്കിയുള്ള ടോപ്പിക്കും കൂടി ഒന്ന് നോക്കിയിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഓഫ് ഫസ്റ്റ് ഓർഡർ, ദെൻ സൊല്യൂഷൻ ബൈ സക്സസീവ് അപ്രോക്സിമേഷൻ, ലിപ്ഷിറ്റ്സ് കണ്ടീഷൻ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ടോപ്പിക്കും കൂടി നമ്മുടെ പഴയ സിലബസിൽ ഉണ്ടായിരുന്നു അല്ലേ, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഓഫ് ദി ഫസ്റ്റ് ഓർഡർ എന്നുള്ള ടോപ്പിക്. അപ്പോൾ നേരത്തെ പറഞ്ഞ ടോപ്പിക്കിന്റെ കൂടെ ഈ ഒരു ടോപ്പിക്കും കൂടി, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഓഫ് ദി ഫസ്റ്റ് ഓർഡർ എന്നുള്ള ഒരു ടോപ്പിക്കും കൂടി നമ്മുടെ പഴയ സിലബസിൽ ഉണ്ടായിരുന്ന കേസാണ്. അപ്പോൾ ആ പഴയ സിലബസിൽ നമ്മൾ പഠിച്ചതൊന്നും തന്നെ പോയിട്ടില്ല, എല്ലാം പുതിയ സിലബസിലേക്ക് അതേപോലെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ പഴയ സിലബസിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്നുള്ള ടോപ്പിക്കിൽ ഒറ്റ ഒരു സെക്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ പുതിയ സിലബസ് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ഓർഡിനറി ആൻഡ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്നുള്ള 2 ഡിവിഷൻ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മളിപ്പോൾ കണ്ട പഴയ സിലബസിലെ ടോപ്പിക് എന്ന് പറഞ്ഞതെല്ലാം തന്നെ ഏത് സെക്ഷനിൽ വരുന്ന ടോപ്പിക്കായിരുന്നു? ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ വരുന്ന ടോപ്പിക്കായിരുന്നു അല്ലേ. പക്ഷേ ഇവിടെ ന്യൂ സിലബസ് അനുസരിച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഓർഡിനറി മാത്രമല്ല, അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഒരു സെക്ഷനും കൂടി വന്നിട്ടുണ്ട്. അതാണ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്നുള്ള ഈ ഒരു ടോപ്പിക്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ അഡീഷണൽ ആയിട്ട് നമുക്ക് 1 മാർക്കിന്റെ വ്യത്യാസം അവിടെ വന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും അഡീഷണൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്നുള്ള ഈ ഒരു ടോപ്പിക്. നമുക്കറിയാം, നമ്മൾ നമ്മുടെ PGയിലൊക്കെയാണ് ആക്ച്വലി ഈ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്നുള്ള ഒരു പേപ്പറായിട്ട് തന്നെ നമ്മൾ പഠിക്കുന്നത് അല്ലേ. PGക്ക് എല്ലാവരും തന്നെ ഒരു പേപ്പറായിട്ട് പഠിച്ചിരിക്കുന്നതാണ് ഈ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഏതൊക്കെയാണ് ടോപ്പിക്സ് എന്നും കൂടി നമുക്കൊന്ന് നോക്കിയേക്കാം. ലിപ്ഷിറ്റ്സ് കണ്ടീഷൻ, പിക്കാർഡ്സ് തിയറം, കൺവേർജൻസ് ഓഫ് സക്സസീവ് അപ്രോക്സിമേഷൻ, power series solutions of differential equation, construction of first order partial differential equation, solution of the first order partial differential equation, solution using Chapit's method, solution using Cauchy's characteristics, solution by separation of variables. അപ്പോൾ ഇത്രയും സെക്ഷൻസ് പുതുതായിട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഇതിൽ ഈ പവർ സീരീസ് സൊല്യൂഷൻസ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓർഡിനറിയിൽ വരുന്ന കേസാണ് അല്ലേ, അതൊക്കെ ഓർഡിനറിയിൽ വരുന്നതാണ്. പിന്നെ ഇവിടെ സൊല്യൂഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, അതേപോലെ ചാപ്പിറ്റ്സ് മെത്തേഡ്, കോഷീസ് ക്യാരക്ടറിസ്റ്റിക്സ്, സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ്, ഇതെല്ലാം തന്നെ നമ്മൾ നമ്മുടെ PGക്ക് ഒരു പേപ്പറിൽ പഠിക്കുന്നതാണ് അല്ലേ. പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ള പേപ്പർ നമ്മൾ PGക്ക് പഠിക്കുമ്പോൾ അവിടെ പഠിക്കുന്ന ടോപ്പിക്കുകളാണ് ഈ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ടോപ്പിക്കിൽ അധികവും. മനസ്സിലായോ? അപ്പോൾ അത് അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മൾ പഠിച്ച ആ സെക്ഷൻസ് പഴയ സിലബസ് അനുസരിച്ചുള്ളത് അതേപോലെ തന്നെയുണ്ട്. അതിൻ്റെ കൂടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്നുള്ള ടോപ്പിക്കിൽ അഡീഷണൽ ആയിട്ട് ഈ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ള ടോപ്പിക്കും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വ്യത്യാസം മനസ്സിലായല്ലോ? നമ്മൾ ഇനി അഡീഷണൽ ആയിട്ട് പഠിക്കാനുള്ളതാണ് ഈ ഒരു ടോപ്പിക്. ഓക്കെ, നെക്സ്റ്റ് യൂണിറ്റിനെ കുറിച്ച് നോക്കാം. നെക്സ്റ്റ് യൂണിറ്റ് 4 ആണ്. യൂണിറ്റ് 4ൽ നമുക്ക് വന്നിരിക്കുന്നത് ടോപ്പോളജി ആൻഡ് ഫങ്ഷണൽ അനാലിസിസ്. അവിടെയും മാർക്സ് 5 മാർക്സ് ആയിട്ട് തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ഒരു ടോപ്പിക്ക് നമ്മുടെ പഴയ സിലബസിൽ ഉണ്ടായിരുന്നോ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പഴയ സിലബസിൽ നമുക്ക് ലീനിയർ ഓൾജിബ്ര, അബ്സ്ട്രാക്ട് ഓൾജിബ്ര, റിയൽ അനാലിസിസ്, കോംപ്ലക്സ് അനാലിസിസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ഇത്രയും ടോപ്പിക്കേ ഓൾഡ് സിലബസിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പുതിയ സിലബസ് വന്നപ്പോൾ അതിൽ എല്ലാ ടോപ്പിക്കും കൂടി ക്ലബ് ചെയ്തിട്ടുണ്ട്. 2 ടോപ്പിക് വീതം ക്ലബ് ചെയ്തിട്ട് 3 മൊഡ്യൂൾസ് ആയിട്ട് നമുക്ക് എടുത്തു. ബാക്കി അഡീഷണൽ ആയിട്ട് ഒരു മൊഡ്യൂള്, ഒരു യൂണിറ്റും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതാണ് ടോപ്പോളജി ആൻഡ് ഫങ്ഷണൽ അനാലിസിസ് എന്നുള്ളത്. ഇതും ആക്ച്വലി നമ്മളുടെ PG പേപ്പേഴ്സ് ആയിട്ട് പഠിക്കുന്നതാണ് അല്ലേ, ടോപ്പോളജി ഫങ്ഷണൽ അനാലിസിസ് എന്നുള്ളത്. ടോപ്പോളജി ബേസിക്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിഗ്രിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ മെയിൻ ആയിട്ട് ഈ ടോപ്പോളജി ആൻഡ് ഫങ്ഷണൽ അനാലിസിസ് പഠിക്കുന്നത് PGക്കാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കും കൂടി നമ്മൾ പുതുതായിട്ട് പഠിക്കേണ്ടത് വരുന്ന ഒരു ടോപ്പിക്കാണ്. പുതിയ സിലബസിൽ ഇത് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടോപ്പിക്കുകൾ ആദ്യം ഒന്ന് നമുക്ക് നോക്കാം. ടോപ്പോളജി ബേസ് ചെയ്തിട്ട് നമുക്ക് തന്നിരിക്കുന്ന ടോപ്പിക്സ്: മെട്രിക് സ്പേസസ്, ഓപ്പൺ സെറ്റ്സ്, ക്ലോസ്ഡ് സെറ്റ്സ് ഇൻ മെട്രിക് സ്പേസസ്, ഇന്റീരിയർ,
closure and boundary, continuous functions, complete metric spaces, topological spaces, interior, closure and boundary, basis and sub-basis, continuity and topological equivalences, subspaces, connectedness, connected and disconnected spaces, connected subsets of the real line, applications of connectedness, path connected spaces. ഇത്രയും കേസസ് നമ്മളുടെ ടോപ്പോളജി എന്നുള്ള ആ ഒരു സെക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് വരുന്ന ടോപ്പിക്കാണ് ടോപ്പോളജി സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പുതുതായിട്ട് ഇനി പഠിച്ചു തീർക്കേണ്ടതാണ്. ഓക്കെ, ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഫങ്ഷണൽ അനാലിസിസിൽ വരുന്ന ടോപ്പിക് ഏതാണെന്നും കൂടി നോക്കിയേക്കാം. ഫങ്ഷണൽ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോംഡ് സ്പേസസ്, റീസ് ലെമ്മ, continuity of linear maths, operator norm, Hand-Banach theorems, Hand-Banach separation theorem, Hand-Banach extension theorem, Banach spaces, bounded linear maths on Banach spaces, uniform boundedness principle, closed graph theorem and open mapping theorem, spectrum of bounded operator, Gelfand and Mauser theorem, spectral radius formula, then duals and transposes, reflexivity, compact linear maths, spectrum of a compact operator. ഇത്രയും ടോപ്പിക്സ് നമുക്ക് ഏത് സെക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്? ഫങ്ഷണൽ അനാലിസിസ് എന്നുള്ള പേപ്പറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ടോപ്പിക്കുകളാണ്. അപ്പോൾ ഈ രണ്ട് ടോപ്പിക്കും ടോപ്പോളജി ആൻഡ് ഫങ്ഷണൽ അനാലിസിസ് എന്നുള്ള ഈ രണ്ട് ടോപ്പിക്കും നമ്മൾ പുതുതായിട്ട് പഠിക്കുന്ന ടോപ്പിക്കുകളാണ്. അപ്പോൾ അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് ചോദിച്ചിട്ടുമുണ്ട്, സിലബസിൽ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസും കൂടി നമുക്ക് ഈ കുറഞ്ഞ ടൈമിൻ്റെ അകത്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇപ്പോൾ സിലബസ് നമ്മൾ പരിശോധിച്ചാൽ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ അതിനകത്തുണ്ട്. അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് കുറച്ചും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ട കാര്യം എന്താ? ഓൾറെഡി നമ്മൾ പഠനം സ്റ്റാർട്ട് ചെയ്തതാണ്, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം വളരെ കുറച്ച് ടൈമേ ഇനി നമ്മുടെ മുന്നിലുള്ളൂ അല്ലേ? നമുക്ക് ഇപ്പോൾ എക്സാം വളരെ അടുത്താണ് നമ്മളുടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാനില്ല. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അതും കുറച്ചും കൂടി നല്ല രീതിയിൽ നമ്മൾ കുറച്ചും കൂടി ടൈം എടുത്ത് തന്നെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ടോപ്പിക്കുകളാണ് പുതുതായിട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഡിഗ്രി ലെവൽ ടോപ്പിക് എന്നതിൻ്റെ അപ്പുറം നമ്മളുടെ PG ലെവൽ ടോപ്പിക്കും കൂടി ഈ പുതിയ സിലബസിലേക്ക് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഠനം കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പൊക്കെ വന്നിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വർക്ക് ചെയ്യാനെന്ന് ഉദ്ദേശിച്ചത് പഠിക്കാനായിട്ട് കേട്ടോ, പഠിക്കാനായിട്ട് വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കുറച്ച് നല്ല ടോപ്പിക്കുകളും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെയൊക്കെ മെയിൻ പ്രോബ്ലം എന്താ വരിക? ഇപ്പോൾ പഠിക്കാനിരിക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് ഗ്യാപ്പ് ആയിട്ട് വിചാരിക്കും, നമ്മൾ പഠിച്ചിറങ്ങിയിട്ട് കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻസിലേക്ക് നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് പ്രശ്നം വരുന്നത് എന്താണ്? ഇതിൻ്റെയൊക്കെ നോട്ട്സ് അതൊക്കെ എവിടെയാണ്? നമ്മുടെ കയ്യിൽ ചിലപ്പോൾ നോട്ട്സ് ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം. അപ്പോൾ ആ നോട്ട്സ് ഇനിയിപ്പോൾ എവിടെ നിന്ന് ഒപ്പിക്കും? അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നമ്മൾ നോട്ടൊക്കെ എഴുതി വരുമ്പോഴത്തേക്കും നമുക്ക് ആ ടൈം അങ്ങ് കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. വളരെ കുറച്ച് ടൈമല്ലേ ഇനി എക്സാമിലേക്കുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് പക്ഷേ നമുക്ക് ഇത് നോട്ട് കണ്ടുപിടിച്ച് എഴുതിയെടുത്ത് പഠിക്കാനുള്ള ആ ഒരു ടൈം നമുക്ക് ഇനിയിപ്പോൾ ഒന്ന് നോക്കുമ്പോൾ കുറച്ചും കൂടി അതൊരു tedious പ്രോസസ്സായിട്ട് വരുന്ന കേസാണ് അല്ലേ? അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ എൻട്രിയുടെ കേസ് ആണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ തരുന്ന നോട്ട്സും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് ഇതിനകത്ത് ഓരോന്നിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് പ്രോബ്ലംസ് കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കുക. നമുക്കറിയാം നമ്മൾ മാത്സ് ആണല്ലേ, മാത്സ് ആവുമ്പോൾ തന്നെ ജസ്റ്റ് വെറുതെ കുറേ തിയറി പഠിച്ചിട്ട് പോയിട്ടൊന്നും നമുക്ക് കാര്യമില്ല. നമുക്ക് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ആ കുറഞ്ഞ ടൈം മാനേജ്മെൻറ്റിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. എന്നാലേ നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട്
ചെറിയ രീതിയിലൊന്നും നമ്മൾ പ്രിപ്പറേഷൻസ് എടുത്താൽ പോരാ. നമ്മൾ എന്ത് ചെയ്യണം, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൂടുതൽ പ്രോബ്ലംസ് ഈ ഓരോരോ സെക്ഷനിൽ നിന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴാണ് നമുക്ക് ആ ടൈം മാനേജ്മെന്റ് എന്നുള്ള ആ ഒരു പ്രൊസീജിയറും കൂടി നമുക്ക് വളരെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ട് എല്ലാവരും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മൾ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്, നിങ്ങൾ ഞങ്ങളോടൊപ്പം തന്നെ വേണം. എന്നാലേ നമുക്ക് ഒരുമിച്ച് ഈ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് വളരെ നല്ല രീതിയിൽ പ്രിപ്പറേഷൻസും നമ്മളുടെ എന്താ പറയുക റിവിഷൻസും ഒക്കെ കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ഇനി ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാനില്ല. നമ്മളുടെ പുതിയ സിലബസ് ഒക്കെ അനുസരിച്ച് തന്നെ പഠനം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പഠിച്ചതിനോടൊപ്പം തന്നെ പഠിക്കേണ്ടതായിട്ടുള്ള ഈ ഒരു ടോപ്പിക്കുകളും കൂടി ഒന്ന് നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ തന്നെ നമുക്ക് എക്സാം എഴുതാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു എക്സാമിലേക്ക് അതിലേക്ക് വേണ്ട എല്ലാ ആശംസകളും നേരാണ്. അതോടൊപ്പം തന്നെ എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു.